ഈ ഇത്രയും കാലമുള്ള ലൈബ്രറിയൻ ജീവിതത്തിൽ ഈ കാലഘട്ടം ഒത്തിരി കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് സാറിന് ഇങ്ങനൊരു അവാർഡ് ലഭിച്ചതിൽ സാറിന് എത്രമാത്രം അഭിമാനം തോന്നി? എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. കാരണം 51 വർഷം ഈ ലൈബ്രറി പ്രസ്ഥാനത്ത് ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞു. അത് എനിക്ക് ഏറ്റവും അഭിമാനമുള്ള നിമിഷമാണ്. അക്ഷയൻ അവാർഡാണ് എനിക്ക് തൃശ്ശൂരിൽ കിട്ടിയത്. അതിന് ഒത്തിരി ആൾക്കാരോട് നന്ദി പറയേണ്ടതുണ്ട്. എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എന്നെ ഈ രീതിയിലാക്കിയ മാതാപിതാക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, ടീച്ചേഴ്സുണ്ട്. ഞാൻ പഠിക്കുന്നത് വെറുകാട് സ്കൂളാണ്, LP സ്കൂളാണ്. 1 തൊട്ട് 4 വരെ സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് 5 തൊട്ട് 7 വരെ കാഞ്ഞിരപ്പള്ളി സെൻറ് തോമസ് സ്കൂളിൽ പഠിച്ചു. തുടർന്ന് 8, 9, 10 കുന്നുംഭാഗം ഗവൺമെൻറ് സ്കൂളിൽ. തുടർന്ന് പ്ലസ് ടു പ്രീ ഡിഗ്രി പഠിച്ചത് സെൻറ് തോമസ് കോളേജിൽ. അതുവരെ പഠിക്കാൻ എനിക്ക് സാധിച്ചുള്ളൂ, കാരണം സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു. സാറിൻ്റെ വീടിനടുത്ത് ലൈബ്രറി ഒക്കെ ഉണ്ടെങ്കിൽ സാർ അവിടെ നിന്നൊക്കെ വായിക്കുകയൊക്കെ ചെയ്യും? വീടിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ലൈബ്രറി. കാരണം ഒരു 10 മീറ്റർ അകലം പോലും. അങ്ങനെയാണ് ഈ ലൈബ്രറിയുടെ ബന്ധം വരാൻ കാരണം. കാരണം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ ലൈബ്രറിയുടെ ഓടുന്നത്. അന്ന് ഇന്നത്തെ പോലെയല്ല, വായനക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. 8, 10 മണി വരെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് മുട്ടത്തൂർക്ക്, ഗാനം, കോട്ടയം ഇങ്ങനെയുള്ള ആൾക്കാരുടെ പുസ്തകങ്ങൾ മേടിക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുകയായിരുന്നു. അതാണ് ലൈബ്രറി തൊട്ടടുത്തുള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് വായനയോടും പുസ്തകങ്ങളും താല്പര്യം തോന്നാൻ കാരണം. ഇപ്പോൾ വായനയുടെ ഇതൊക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം ഇങ്ങനെ ഇപ്പോഴത്തെ തലമുറകൾക്ക് എന്തെങ്കിലും വായനയെക്കുറിച്ച് പറയാനുണ്ട്? വായന സ്വയം തോന്നിയാലേ വായന നടക്കുകയുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കണമെന്നില്ല. കാരണം സ്വയം എനിക്ക് വായിക്കണം. രാവിലെ ഇപ്പം പത്രം പോലും വായിക്കാൻ കുട്ടികൾക്ക് മടിയാണ്. വായിച്ച് സ്വയം തോന്നിയാലേ വായിക്കാൻ നടക്കുകയുള്ളൂ. അത് നല്ല പുസ്തകങ്ങൾ ഇഷ്ടം പോലെ നല്ല പുസ്തകങ്ങളുണ്ട്. കാരണം പുസ്തകങ്ങൾ മരിക്കുന്നു, വായന മരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം നിസ്സാര കേരളത്തിൽ എത്രയോ പ്രസാധകരുണ്ട്. ആടുജീവിതം 150 പതിപ്പായതാണ്. അത് വായനയില്ലാഞ്ഞിട്ടാണോ, വായിക്കാഞ്ഞിട്ടാണോ? അതുപോലെ KR മീരയുടെ ആരാച്ചാരം, അത് സങ്കീർത്തനം പോലെ പെരുമ്പളത്തിൽ. ഇതൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ വായിക്കും. നല്ല പുസ്തകം ഇറങ്ങിയാൽ വായിക്കുന്നു. ഏറ്റവും പുതിയതായിട്ട് കിട്ടിയിരിക്കുന്ന അന്നംകുട്ടി ജോസ് എന്നൊരു റേഡിയോ ജോക്കിയുടെ ഒരു പുസ്തകമുണ്ട്, ദൈവത്തിൻ്റെ ചാരന്മാരെന്ന് പറയുന്നത്. അതാണെങ്കിൽ 2 മാസത്തേക്ക് 5 പതിപ്പ് ഇറങ്ങിയതാണ്. അത് റേഡിയോക്കിയുടെ ആത്മകഥയാണത്. അതൊക്കെ വായിക്കാൻ ആൾക്കാരുണ്ട്. നല്ല പുസ്തകം ഇറങ്ങിയാൽ വായിക്കാനുണ്ട്. അതിന് സമയം കിട്ടണം. വായന എന്ന് പറയുമ്പോൾ നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് വായിക്കാനുണ്ട്. നമുക്ക് അത് മനസ്സിലാകണം. കാരണം നമ്മുടെ മനസ്സിലോട്ട് അത് കയറുകയും ചെയ്യണം. അതിൻ്റെ സാരാംശങ്ങളും അതിൻ്റെ നല്ല പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നെഗറ്റീവ് കാര്യങ്ങൾ കളയുക, നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. അതാണ് നമ്മുടെ. അതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മുടെ സഹജീവികളോട് ഒരു കരുണ. ഇപ്പോൾ അത് ഏറ്റവും കുറഞ്ഞു വരുന്ന സമയമാണിത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, സ്നേഹം, കരുണ, ഇങ്ങനെയുള്ള ഈ വായനയോട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ 13ാമത്തെ വയസ്സിലൊരു ചെറുകഥ എഴുതിയെന്ന് പറയാം. അത് ദിവ്യ വരാന്തപ്പുറത്തിൽ എഴുതാൻ. പക്ഷേ എന്നെ വീട്ടിൽ എൻ്റെ ചാച്ചന് ഇതിനോട് താല്പര്യം ഒത്തിരി എഴുതി വലിച്ചു തീർക്കളയായിരുന്നു. ചാച്ചന് അതിനോട് അനുകൂലമല്ലായിരുന്നു. അമ്മ അനുകൂലിച്ചു, എഴുതട്ടെന്ന് പറഞ്ഞു. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ബാലരമ, ഇങ്ങനെ അമ്പിളിയമ്മാവനെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു, അതിനകത്തൊക്കെ ചെറിയ കഥകൾ എഴുതി ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് കോട്ടയത്ത് മംഗളത്തിലും പറ്റുന്നവരെയും ജോലി. അങ്ങനെ ഇപ്പം അവ സൂചിപ്പിച്ചല്ലോ. അങ്ങനെയാണ് വായിച്ചു, കണ്ടാലും വായിച്ചു. ഈ പഠിത്തത്തിനിടയ്ക്ക് ഞാൻ വായിച്ചു. പിന്നെ എനിക്ക് ജോലി ചെയ്തു. അതിന് അവിടെ നിന്ന് പോരാനത്തെ കാരണം അവിടെ സ്ട്രൈക്കുണ്ടായി. അങ്ങനെ ആ മാഗസിൻ പൂട്ടിപ്പോയി. അന്ന് മാപ്രസിദ്ധീകരണങ്ങൾ എന്ന് പറഞ്ഞ കോട്ടയത്ത് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാത്തിനകത്തും ഞാൻ എഴുതുമായിരുന്നു. അങ്ങനെ ഒത്തിരി എഴുതി പുസ്തകങ്ങൾ, ഇപ്പം 6 പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കാര്യം 1980 ഈ വേൾഡ് ക്രൈം സ്റ്റോറി അസോസിയേഷൻ്റെ ഒരു സമ്മേളനം സ്വീഡനിൽ നിന്നാണ്. അന്നെനിക്ക് വലിയ അറിവൊന്നുമില്ല, ഇംഗ്ലീഷ് വലിയ പരിജ്ഞാനമൊന്നുമില്ല. അങ്ങനെ ഇപ്പം ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഒരെണ്ണം അയക്കുക. മലയാളത്തിൽ എഴുതി കൂട്ടുകാരൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് 81 എനിക്ക് തോന്നുന്നു. അത് ഇന്ത്യയിൽ നിന്നുള്ള 5 എൻട്രിയിൽ ഒരെണ്ണം എൻ്റേതായിരുന്നു. വേൾഡിൽ 500 ചില്ലാനം എൻട്രിയുണ്ട് ലഭിച്ചു. അത് വേൾഡിൽ എനിക്ക് 40ാം സ്ഥാനം കിട്ടിയില്ല. അവർ തന്നൊരു ഗിഫ്റ്റ്. അതിൻ്റെ ബാക്കിയെല്ലാം പോയി. അതിൻ്റെ കവർ ഇപ്പം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്.
അതൊരു എനിക്ക് ഏറ്റവും വലിയൊരു നിരൂപണം ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ചില ഒത്തിരി അനുഭവങ്ങളുണ്ട്. സാറിൻ്റെ ഇത്രയും കാലത്തെ വായന അനുഭവത്തിൽ കുട്ടികൾക്ക് മാതൃകയാക്കാവുന്ന എന്തെങ്കിലും പുസ്തകങ്ങളെ പറ്റി പറയാം? ഈ അടുത്ത കാലത്ത് ഇറങ്ങി ഏറ്റവും നല്ല ആൽക്കെമിസ്റ്റ് വായിക്കാനാണ് ഏറ്റവും എന്താ അത് വായിക്കണം. ഒന്ന് വായിച്ചാൽ പോരാ, ഞാൻ 2-3 തവണ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്നെ മനസ്സിലായത്. കാരണം ആ പുസ്തകം ഞാൻ സ്വന്തമായിട്ട് വാങ്ങിക്കുന്ന ഒരു ബുള്ളറ്റിനകത്ത് വൈക്കം മധു എന്ന് പറയുന്ന നിരൂപകന് ഇങ്ങനെ എഴുതി. അത് ഇംഗ്ലീഷ് ഇറങ്ങുമ്പോഴാണ് ഇത് നല്ല പുസ്തകമാണ്. അപ്പം ഞാനിങ്ങനെ DC ബുക്സിൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു മലയാളം ഇറങ്ങുന്നത്. അങ്ങനെയാണ് മലയാളം ഇറക്കുമ്പോൾ ഞാൻ മേടിച്ചു. പക്ഷേ എൻ്റെ 5 കോപ്പികൾ 5 നഷ്ടപ്പെട്ടു പോയിട്ട് ഇപ്പം ഒന്നുമില്ല. വായിച്ചു, ഓരോരുത്തർ വായിക്കാൻ കൊണ്ടുപോയി ഒത്തിരി പേര് വായിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അത് തിരിച്ച് കിട്ടില്ല. ചിലർ പറയും പുസ്തകങ്ങൾ കൊടുക്കരുത്. പക്ഷേ വീട്ടിലൊരു 10,000-2000 ബുക്കുകളുണ്ട്. ഒരു കാലത്ത് ഒത്തിരി പിള്ളേർ വന്ന് റെഫർ ചെയ്യാനായിട്ടൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ ആരും വരുന്നില്ല. ഇപ്പം ഈ മൊബൈൽ വന്നതോടെ എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്ന ഒരു കൂടിയാണ് ഗൂഗിൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാലത്തിനിടയിലുള്ള വായനയിലൂടെ എന്തെങ്കിലും മൂല്യങ്ങൾ ഒത്തിരി ഉണ്ട്. നമ്മൾ അതുള്ള വായനക്ക് മൂല്യങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ. കാരണം ഒത്തിരി അനുഭവ സമ്പത്തും കിട്ടും. അത് ഞാൻ ചെറിയ അനുഭവം പറയുകയാണെങ്കിൽ, ഞാനൊരു യാത്ര പോയിട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത സീറ്റിൽ കുറ്റം പറയുന്നതല്ല, ഒരു വൈദികനാണ്. എൻ്റെ മൂത്ത മോനുണ്ട്, 6 മാസം പ്രായമുണ്ട്. അച്ഛനെ കുറ്റം പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. വൈദികൻ ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്നു മറ്റു കാര്യങ്ങൾ കാണിക്കുന്നത്, നമുക്ക് മറ്റു ഉപകാരങ്ങൾ സഹായം ചെയ്യുന്നത്. ഞാൻ കുഞ്ഞിനെ കൊണ്ട് കമ്പി ചാരി ചങ്ങനാശ്ശേരിയിൽ നിന്ന് കുഞ്ഞൊന്നും വരെ വന്നു. എന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് തരുമോ, ഇല്ല കുഞ്ഞിനെ ഇങ്ങ് നമ്മൾ അങ്ങനെ ഒരു മൂല്യം ഉണ്ടാകാൻ നമ്മൾ വിദ്യാഭ്യാസം ഉണ്ടാകുന്ന മൂല്യം വെക്കണമെന്നില്ല, നമ്മൾ സംസ്കാരം ഉണ്ടാകണമെന്നില്ല. അത് നമ്മുടെ നമ്മുടെ പാരമ്പര്യമുണ്ട്. പിന്നെ പാരമ്പര്യത്തെ കുറ്റം പറയല്ല, പാരമ്പര്യവും പിന്നെ നമ്മൾ വളർന്നു സാമൂഹിക സാഹചര്യങ്ങളും എല്ലാം ഉണ്ട്. ലൈബ്രറിയിൽ നിന്നുള്ളൊരു ജോലിയിൽ സാറിന് സംതൃപ്തി നൽകിയത് എന്താണ്? ഇപ്പോൾ എനിക്ക് 5000 രൂപ അലവൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ സംതൃപ്തി കിട്ടിയ ഇപ്പോൾ സൗജന്യ സേവനം നടന്ന കാലത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടിയിരിക്കുന്നത്. കാരണം ആദ്യകാലത്ത് അലവൻസ് ഒന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ 20 രൂപ ഒരു മാസം എനിക്ക് പ്രതിഫലം കിട്ടും. 10ാം ക്ലാസ് കിട്ടും. പക്ഷേ ഇന്നും അന്നത്തെ വെച്ച് നോക്കുമ്പോൾ അന്നാണ് എനിക്ക് കൂടുതൽ സംതൃപ്തി വന്നിരിക്കുന്നത്, ഇന്നത്തേക്കാൾ കൂടുതൽ. കാരണം വായനക്കാരന്നൊന്നും വന്നിരിക്കുന്നു, വായനക്കാർ 2-3 വന്നെങ്കിലായി. വായനക്കാർ വന്നാൽ നമുക്കൊരു തൃപ്തി വരുള്ളൂ. അതാണ് സത്യം പറയാനുള്ളത്. ഇത്രയും നാൾ സാർ എഴുതിയ ബുക്ക് ഒത്തിരി എഴുതിയിട്ടുണ്ട്. അപ്പം അതിൽ സാർ ഹൃദയസ്പർശിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഏറ്റവും അവസാനം കുടുംബജീവിതം ടീച്ചർ പറഞ്ഞത് അതാണ്. അത് ലേഖനങ്ങൾ, അത് ഈ മാഗസിനകത്ത് വന്നത് ക്രോഡീകരിച്ചിറക്കിയതാണ്. ഞാൻ യാത്ര പോകുമ്പോഴൊക്കെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ കുറിച്ചു, അത് അനുഭവത്തിൽ കൂടി എഴുതിയ ലേഖനങ്ങളാണ് പിന്നീട്. അതിനൊരു ഉദാഹരണം പറയും. ഞാൻ ചെറുക്കടയിൽ വന്നിപ്പോൾ 33 വർഷമായി. ഞാൻ അവിടുന്ന് ഏർക്കാടായിരുന്നു. ഇവിടെ വന്നിടയ്ക്ക് എൻ്റെ കൂട്ടുകാരനെ എനിക്ക് വീട്ടിലോട്ട് ക്ഷണിച്ചു. ആരൊന്നും പറയാൻ പറ്റിയില്ല. വീട്ടിൽ വന്നു, 2 പേരും ഭാര്യയും ഭർത്താവും ഉണ്ട്. ചായ തന്നു. ചായ തന്നപ്പം ഗ്ലാസ് എടുത്തപ്പം തന്നെ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കാരണം ഞാൻ പച്ചമീൻ ഉപയോഗിക്കുന്നില്ല. ഗ്ലാസ്സേ മൊത്തം അതിൻ്റെ മണമാണ്. ചായ കുടിച്ച് കഴിഞ്ഞപ്പം അതിലും ബുദ്ധിമുട്ട്. കാരണം എന്തോക്കെ എടുത്ത് സ്പൂണും കൊണ്ടാണ് ചായ എടുത്തത്. പക്ഷെ അന്നേരം ഞാൻ പറഞ്ഞു നല്ല ചായയെന്ന്. കാരണം ഞാനത് പറഞ്ഞു മോശം ചായ എന്നുമ്പോൾ അത് 2 പേർക്കും ഫീൽ ചെയ്യും. കാരണം ചില സമയത്ത് സത്യത്തിൻ്റെ മുഖം മൂടി നമുക്ക് രണ്ടി വരും. അത് ആ കുടുംബ ബന്ധത്തെ ചിലപ്പം ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ സാഹചര്യം ചിലപ്പം സത്യത്തെ മൂടി വെക്കേണ്ടി വരും. അതിപ്പോഴും വേണമെന്നില്ല. വേണ്ട കാര്യം പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിക്കണം. ചില ബന്ധങ്ങൾ ഉലയാൻ കാരണമാകുമെങ്കിൽ അത് നമ്മൾ തൽക്കാലത്തേക്കെങ്കിലും അത് ഒഴിവാക്കും. ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള വായനയും പുസ്തകങ്ങൾ ഉപയോഗിച്ചുള്ള വായനയും തമ്മിലുള്ള വ്യത്യാസങ്ങളെ പറ്റി? ഡിജിറ്റൽ വായന എന്ന് പറയുമ്പോൾ നമ്മൾ അന്നേരത്തെ വായനയുള്ളൂ. പക്ഷേ പുസ്തകങ്ങളുടെ വായന നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ കോട്ടയം, കൊട്ടാരക്കര, കൊല്ലം 3 വാക്കുകൾ ഇപ്പം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ചിലപ്പം ചില തെറ്റും. അതിനകത്ത് അക്ഷരസ്ഫുടത ഡിജിറ്റലും വായിക്കുന്നു. പക്ഷേ നമുക്ക് വ്യക്തതയും മനസ്സിൽ താഴ്ന്നു നിൽക്കുന്നതെന്ന് പുസ്തക വായന തന്നെയാണ്.
വ്യത്യാസമാണ്. ഡിജിറ്റൽ പിന്നെ പറഞ്ഞാൽ അങ്ങ് പോകും, നമുക്ക് പിന്നെ അവറ്റ വായനയോട് തീർന്നു. പുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും, ഏകാഗ്രത അയക്കാൻ സാധിക്കും. അല്ലാതെ ഈ മൊബൈൽ നോക്കുമ്പോൾ ഏതെങ്കിലും ഇതിൻ്റെ ഒരു വേഷം ലൈറ്റിൻ്റെ വേഷം കാണുമല്ലോ, പക്ഷേ അത് പുസ്തക വായനയിൽ അത് വരുന്നില്ല. അതാണ് ഇത് നമ്മൾ വ്യത്യാസം. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്ലിപ്പ് എടുക്കണമെങ്കിൽ അവിടെ ഒരു സെർച്ച് ചെയ്തൊരു വാക്കെടുക്കണമെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ നീണ്ട വായനയ്ക്ക് എപ്പോഴും പുസ്തകം തന്നെ. സാറിൻ്റെ ചെറുപ്പത്തിലൊക്കെ സാറിൻ്റെ വീട്ടുകാരൊക്കെ സപ്പോർട്ടായിരുന്നു ഈ 8 മണി വരെ ലൈബ്രറിയിൽ പോയി ബുക്കൊക്കെ വായിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലങ്ങനെ? വീട്ടിൽ കുറെ പഠിക്കുന്ന സമയത്ത് പഠിക്കുക എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പഠിക്കായിരുന്നു, പഠിച്ച ആവറേജ് പഠിക്കുമായിരുന്നു. ഇപ്പം വീട്ടിൽ വരും. പിന്നെ അന്നത്തെ സാഹചര്യമൊക്കെ എന്ന് പറഞ്ഞാൽ മിക്കവരും ആ ലൈബ്രറി കാണും, പിള്ളേർ സെറ്റൊക്കെ കാണും. അപ്പോൾ അവർ വായിക്കും. പിന്നെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കോട്ടയം ഉസ്മാൻ്റെ ഒരു നോവൽ വായിച്ച് രാത്രി കിടന്ന് അലറിക്കാറി. അന്ന് അച്ഛൻ്റെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി അങ്ങോട്ട് പോവുക വേണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പിറ്റേ ദിവസം കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചില പേടിപ്പിക്കുന്ന ബുക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പോൾ അതൊന്നുമില്ല കേട്ടോ. അങ്ങനെ വീട്ടിലെ സഹോദരന്മാരെ സപ്പോർട്ട് ചെയ്തു, അമ്മേനെ കൊണ്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ വായനയിലൂടെ ഈ സംസ്കാരങ്ങൾ നിലനിർത്താൻ, ഒരു സംസ്കാരങ്ങൾ വളർത്താനൊക്കെ സാധിക്കും. കാരണം നമ്മൾ ഞാൻ പല കൾച്ചറിലുള്ള ഇപ്പം നമ്മൾ ഞാൻ 20 വർഷം മുമ്പ് മാന്നാനം ജയിക്കോളൊരു സെമിനാറുണ്ട്. അതിനകത്ത് അന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് പുള്ളി അതിൻ്റെ മെയിൻ ക്ലാസ് എടുത്തു, സംസ്കാരം എങ്ങനെ വളർത്തിയെടുക്കാം. അപ്പോൾ യൂറോപ്യൻ കൾച്ചർ നമ്മുടെ ഇവിടെ ഇങ്ങോട്ട് പറിച്ചു നട്ടപ്പെടുന്നൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം അവിടുത്തെ എല്ലാം കൂടെ നമ്മൾ അനുകരിക്കുക. അത് അതിനകത്തൊരു ഫീച്ചറിനകത്ത് ഞാൻ പറഞ്ഞു, ചീഞ്ഞ മാംസത്തുണ്ടുകൾ നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നു പറഞ്ഞു. ഒന്നാമത്തെ കാര്യം കുടുംബ ബന്ധങ്ങൾ. നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തെ കുടുംബ ബന്ധങ്ങൾ പവിത്രമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ അങ്ങനെയല്ല, എല്ലാം പെട്ടെന്ന് പിരിഞ്ഞു പോകണം. പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ശക്തമാണ്, നമ്മുടെ ഇവിടുത്തെ ബന്ധങ്ങൾ ഒത്തിരി പുറകോട്ട് പോയിരിക്കും. അങ്ങനെ സംസ്കാരങ്ങൾ വെച്ചുമാറ്റം ചെയ്യപ്പെടുന്നൊരു രീതി വരുന്നുണ്ട്. അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് പേപ്പറൊക്കെ വായിക്കുമ്പോൾ അറിയാം, പല രീതിയിലുള്ള ന്യൂസുകൾ പേപ്പറിൽ കൂടെ വരുന്നു. അതൊക്കെ നമുക്ക് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചത്, കേരളീയ സംസ്കാരത്തിന് യോജിച്ചതല്ല. താങ്കളുടെ ഇൻസ്പിറേഷൻ ആരാണ്? ബുക്കൊക്കെ വായിക്കുന്നതിലോ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിൽ ഇങ്ങനെ വിജയമൊക്കെ കൈവരിക്കും? പേരൻസ് തന്നെയാണ് അതിനകത്ത്. പിന്നെ ചില എഴുത്തുകാരുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട NG വാസവനാണ് എനിക്ക് ഏറ്റവും. പിന്നെ മുകുന്ദൻ, പിന്നെ ഏറ്റവും ഇതായിട്ട് കൊണ്ടുവരുമ്പോൾ ബെന്യാമിൻ്റെ, പിന്നെ ആൽക്കൻ ഫൈലോക്കോയിലോ, ഇതൊക്കെ അവിടെയൊക്കെ കഥകൾ വായിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു താല്പര്യവും പിന്നെ എന്തൊക്കെയാ അറിയാൻ സാധിക്കും എന്നുള്ളൊരു ദിവസം ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ പേരൻസ് തന്നെയാണ്, പേരൻസും സഹോദരങ്ങളും. അവരെ മാറ്റി നിർത്താൻ പറ്റും. കാരണം നമ്മളെ വളർത്തി അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞൊന്ന് അവരുടെ രീതിയല്ല നമ്മൾ കണ്ടുപഠിക്കുന്നത്. സാറിൻ്റെ മക്കളും ഇപ്പോൾ സാറിൻ്റെ പോലെ വായന ലോകത്തിലേക്ക് എത്തിയില്ല, ഒരിക്കലും ഇല്ല. വായിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്. വായന എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടാണ്. കാരണം പേപ്പറും പുസ്തകം വായിക്കും. വായനയോട് ഒട്ടും താല്പര്യമില്ല, വായനയോട് എഴുത്തിനോട് താല്പര്യമില്ല. പിന്നെ എൻ്റെ മൂത്ത മോന് ഇവിടെ ഒരു ഇവിടുത്തെ ശൂന്യെന്നൊരു ചെറുകഥ എഴുതി. അത് ഞാൻ എഴുതിയൊരു ചെറുകഥയാണ്. അത് അനുഭവത്തിൽ വന്നൊരു കഥയാണ്. അത് ചെറിയ ഷോർട്ടിങ് ആയിട്ട് ഞാൻ കൊടുത്തു. അത് ഇവിടെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അത് എൻ്റെ അനുഭവത്തിൽ വന്ന ഒരു സംഭവമാണ്. കാരണം ഞാനന്ന് ഞങ്ങൾ കമ്പനി കൂടി കൊടൈക്കനാൽ ടൂർ പോകുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ വെച്ചൊരു ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ ബോട്ട് യാത്രയുടെ മുമ്പിൽ ഒരു ബോട്ട് വെള്ളത്തിൽ പോയി, കുഞ്ഞ് സഹിതം. കുഞ്ഞ് മരിച്ചുപോയി. അവർക്ക് ആറ്റുമുറ്റുണ്ടായ ഒരു കുഞ്ഞായിരുന്നു. അത് ജസ്റ്റ് എൻ്റെ കൈ കിട്ടി കുഞ്ഞിനെ, പക്ഷെ കയ്യിൽ നിന്ന് പോയി. അത് സത്യം പറഞ്ഞാൽ ആ ഒരു വർഷത്തോളം മാനസികമായിട്ടൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു സംഭവം. അങ്ങനത്തെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ എഴുത്ത്. ഇവിടെ ഒരു 10 വർഷം മുമ്പ് ഇവിടുത്തെ ഒരു കൂട്ടായ്മയുടെ വാർഷികത്തിൽ
ഒരു നാടകം എഴുതി ഞാൻ അതിൻ്റെ പകുതി മുക്കാലും എഴുതി. വൈദ വന്നപ്പോൾ ഞാൻ ഓർക്കുന്ന എൻ ടി വാസുദേവൻ്റെ ദയ എന്ന ചെറുതയും പുള്ളി അനുഭവിച്ച ടെൻഷനും വേദനയാണ്. അതുകൊണ്ട് ഒത്തിരി അനുഭവിച്ചു എന്ന് പറയാം. അതിൻ്റെ അവസാനം അതിനകത്തെ കഥാപാത്രം അവസാനം തൂക്കിക്കൊല്ലുന്നൊരു ഇതാണ് വരുന്നത്. ഇത് ഞാൻ എഴുതി അരമണിക്കുള്ള നാടകമാണ്. എഴുതി പകുതി മുക്കാലും തീർത്തു, ഒരു 25 മിനിറ്റുള്ള തീർത്തു. പക്ഷെ ബാക്കി എഴുതാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഉള്ള ഉറക്കത്തിലെല്ലാം ചിന്തയാണ്. റിഹേഴ്സൽ തുടങ്ങി, ഡേറ്റായി, എല്ലാവരും എന്നെ തല്ലി നിന്നുള്ളൂ. എല്ലാവരും വഴക്ക് പറയാൻ പറഞ്ഞു. ഞാൻ എഴുതാം 1-2 ക്ലൈമാക്സ് കൊടുത്തു. പക്ഷെ എനിക്ക് തൃപ്തി വരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞാൽ എങ്ങനെയും തല്ലിക്കൂട്ടും. അവസാനം ഒരു ദിവസം ഇങ്ങനെ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര കാറ്റും മഴയുള്ള സമയമാണ്. അന്നേരം എഴുന്നേറ്റ് എഴുതി വെച്ചു. ഉരുൾപൊട്ടൽ അത് മാത്രം എഴുതി വെച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ് ഓർത്തപ്പം എൻ്റെ പെങ്ങളെ ഇവിടെ കട്ടപ്പന കുന്തളംപാറൊക്കെ അടിച്ചിട്ടുണ്ട്. അവിടെ മിക്കവാറും ഞാൻ പോകുന്നത്. അതിന് തൊട്ടടുത്താണ് ഒരു ഉരുൾപൊട്ടൽ. ഒരു 5 പേര് മരിച്ചു പോയത്. അപ്പോൾ ആ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഇതിനകത്തെ ഈ കേന്ദ്ര കഥാപാത്രം ഒരു സ്ത്രീയാണ്. അവരുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ഒരു നല്ലൊരു ഡോസ് മരുന്ന് കൊടുത്താൽ അവർ മാറുള്ളൂ. കാരണം ഞാൻ ആലോചിച്ചു മകനെ എവിടെയും പോയി മരിക്കുക, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അസുഖമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് തൃപ്തി വരുന്നില്ല. അതുകൊണ്ട് ചിലപ്പം അവർക്ക് കൂടുതൽ വിദ്വേഷം, ദൈവത്തോട് എതിർപ്പൊക്കെ വരും. അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓർത്ത് ഇങ്ങനെ എഴുതുന്നത് ഒരു ഉരുൾപൊട്ടൽ. ഈ 2 കുടുംബങ്ങൾ ചെറിപ്പോയ 2 കുടുംബങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് ഈ കേന്ദ്ര കഥാപാത്രത്തെ രക്ഷിക്കുന്ന മറ്റേ കുടുംബത്തിലെ ഒരു അംഗമാണ്. ആ ആളുടെ കൊച്ചിനെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ കൊച്ചിനെ രക്ഷിക്കുന്നത്. ആ ഒരു ഫീലിങ് പ്രത്യേകം ഷോക്കായി. മാനസികമായിട്ട് ഒത്തിരി മാറ്റം വന്നു. അങ്ങനെയൊരു എനിക്ക് ഒത്തിരി, കാരണം 10-20 ദിവസം ഞാനിങ്ങനെ ഒറ്റ പേജ് എഴുതാനേ ഉള്ളൂ. അത് എഴുതാൻ പറ്റുന്നില്ല എനിക്ക്. പല കാര്യങ്ങളും ചിന്തിക്കുന്നു. പക്ഷേ അതൊന്നും എനിക്ക് തൃപ്തി വരുന്നില്ല. ഞാൻ എം ഡിയുടെ കാര്യം ഓർക്കുമ്പോഴേ ഞാൻ പറഞ്ഞു. കാരണം അവരൊക്കെ അത്ര അനുഭവിച്ചു, ഞാൻ എൻ്റെ 4-1 പോലും അനുഭവിച്ചിട്ടുണ്ട്. കാരണം അവരൊക്കെ എൻ്റെ പ്രഗത്ഭ എഴുത്തുകാരാണ്. ഇന്ത്യയുടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ് ദയ എന്ന ചെറുകഥ എഴുതുമ്പോൾ അതിൻ്റെ അവസാനം എഴുതിപ്പോൾ പുള്ളി ദിവസങ്ങളും ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. സാറിന് അഗാധമായിട്ട് ബുക്സിന് അഡിക്ഷൻ ഉണ്ടെന്നിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഓരോ കഥാപാത്രങ്ങൾ കാണുമായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു കഥാപാത്രം മനസ്സിൽ പിടിച്ച്, ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തലയ്ക്ക് കയറി ഞാൻ അങ്ങനെയാണ്. നമ്മളൊരു സിനിമ കാണുകയാണെങ്കിലും നമ്മൾ ഒരു കഥാപാത്രം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇങ്ങനെ നമ്മളതാണ് അങ്ങനെ ഒരു തോന്നൽ ചില സമയങ്ങളിൽ നമ്മൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ സാറ് ബുക്കൊക്കെ വായിക്കുകയാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിനെ സാറിന് എങ്ങനെ തോന്നിയിട്ടുണ്ട്? ഈ വായന അഡിക്ഷൻ എന്ന് പറയാനൊക്കെയല്ല, കാരണം വായിക്കും, അല്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഇതിനകത്ത് എനിക്ക് എന്നെ ഏറ്റവും ശ്രദ്ധിച്ച ഒരു കഥാപാത്രം എം ഡിയുടെ ഇരുട്ടിൻ്റെ ആത്മാവിലെ പ്രാന്തം വേലായുധന. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല. അതെന്നെ വളരെയധികം സ്വാധീനിച്ചൊരു കഥാപാത്രമാണ്. സിനിമ ആയിട്ടുണ്ട്. ഒരു ചെറുകഥയാണ് ഇന്ത്യയുടെ ഇരുട്ടിൻ്റെ ആത്മാവ്. അതിനകത്തെ കേന്ദ്ര കഥാപാത്രം ഒരു പ്രാന്തനാണ്. അത് നല്ലൊരു സിനിമയായിരുന്നു, കഥയായിരുന്നു. അതെന്നെ ആ ചെറുപ്പകാലത്ത് ഇനി സ്വാധീനിച്ച് എനിക്ക് സാന്റിയാഗോ എന്ന ഇടയവാലിൻ്റെ ആ കഥാപാത്രമാണ് ആൽക്കമിസ്റ്റിനകത്ത്. അതെനിക്ക് ഏറ്റവും കൂടുതൽ. ഈ ആടുജീവിതത്തിനകത്തെ അതൊന്നും എനിക്കത്ര ഫീൽ ചെയ്തിട്ടില്ല. അതും ആരാച്ചാരും ഒന്നും എനിക്കത്ര തോന്നിയിട്ടില്ല. ഇത് 2 കഥാപാത്രങ്ങൾ എനിക്ക് മനസ്സിലൊത്തിരി. അതുപോലെ ഈ ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലോട്ട് ആദ്യം അത് കഥാപാത്രങ്ങളല്ല, ആ പാലക്കാട് ഈ കരിമ്പനകളെ നിൽക്കുന്ന പാലക്കാടൻ പ്രദേശത്തെപ്പറ്റി നമ്മുടെ മനസ്സിലോട്ട് ഓടി വരും. പിന്നെ അന്നേരം ആ പ്രദേശത്തെപ്പറ്റി ഈ വായന കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. ആ പ്രദേശത്തെപ്പറ്റി നമുക്ക് ഒന്ന് അറിയാൻ തോന്നും. അന്നേരം കൂടുതൽ വായന വരും. അതാണ് ചില കഥകൾ, കഥാപാത്രങ്ങൾ, പ്രദേശങ്ങൾ. പിന്നെ വേറെ കാര്യമുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ വായിച്ച് ഫാൻറ്റം മാൻഡ്രേക്കൊക്കെ വായിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ ഫാൻറ്റം മാൻഡ്രേക്ക്? നിങ്ങളുടെ പുസ്തകങ്ങൾ ഇല്ല. പക്ഷെ അതിനകത്ത് ആ ഫാൻറ്റം എന്നുള്ള ആ എഴുത്തുകാരനെ അറിയത്തില്ല പലർക്കും. ആ കഥാപാത്രത്തെ മാത്രമേ അറിയൂ. ലീഫോക്ക് എന്ന് ആർക്കും അറിയത്തില്ല. മാൻഡ്രേക്ക് അല്ലെങ്കിൽ ഫാൻറ്റം, അതായത് എഴുത്തുകാരൻ്റെ മുകളിൽ നിൽക്കുന്ന കഥാപാത്രം. അതുപോലെ ഷെർലക് ഹോംസ്, അതൊക്കെ ആർക്കും അറിയത്തില്ല. ഷെർലക് ഹോംസ് അറിയത്തില്ല. അങ്ങനെ ചില
ഉണ്ട്. കഥാപാത്രത്തിൻ്റെ എഴുത്തുകാരനേക്കാളും മുൻപിൽ നിൽക്കുന്ന കഥാപാത്രമാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വായിക്കണേലും എഴുതണേലും ഒക്കെ ഒരു നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ട് നമുക്ക്. തോന്നണം. അപ്പം സാറിന് അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ തോന്നാതിരുന്നിട്ടുണ്ട് അങ്ങനെ എനിക്കിത് എഴുതാൻ പറ്റത്തില്ല? ഇല്ല, അതാണ് ഷേക്സ്പിയർ ഹാംലെറ്റിനോട് വേണോ വേണ്ടയോ, ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം വേണം. ഇപ്പം നമുക്ക് സാർ നമ്മൾ ആനുവൽ പണത്തിൽ കാണുന്നില്ലേ, സിംഹം ഒരു ഇരയെ പിടിക്കുന്നു, ആ രക്ഷപ്പെടുക ഇരിക്കട്ടെ, പക്ഷേ സിംഹത്തിന് ചെയ്യാനുള്ള ചെയ്യുക. അത് വേണോ വേണ്ടയോ എന്നുള്ള ശങ്കിച്ചാൽ നമ്മൾ ഒരു കാര്യത്തിൽ നമുക്ക് വിജയം ഉണ്ടാകത്തില്ല. അതാണ് നമ്മൾ എഴുതണം. പിന്നെ അതുപോലെ നമ്മൾ ചുറ്റുപാടുകൾ നിരീക്ഷിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഓർക്കുന്നു 90-ലാണെന്ന് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ്മാൻ അവാർഡ് കിട്ടിയൊരു കഥയുണ്ട്. സ്വപ്നത്തിന് ആരെയും ഓർക്കുന്നില്ല. അദ്ദേഹം കൽക്കട്ടയിലൊരു സമ്മേളനത്തിന് പോയി. ഫുട്പാത്തിലൊരു സ്ത്രീ യാചിച്ചിരിക്കുന്നു, ഒരു കൊച്ചും കിടപ്പുള്ളൊരു സീറ്റായിരുന്നു. രാവിലെ തൊട്ട് അവിടെ കിടക്കുന്നു, വൈകുന്നേരം ആൾക്കാർ വരുമ്പോൾ ആ കൊച്ചും അവിടെ കിടക്കുന്നു. സത്യത്തിൽ ആ കുഞ്ഞ് മരിച്ചതാണ്. ആ കുഞ്ഞ് മരിച്ചപ്പോൾ ഒന്നീ അമ്മ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അത് ആ കുഞ്ഞിനെ വെച്ച് അവർ കാശുണ്ടാക്കി. ഈ രണ്ട് പോസ്റ്റുകളുണ്ട്. ഒന്നീ ഇത് ഒരുപക്ഷെ ഞാൻ അമ്മ അറിഞ്ഞില്ല, അതിന് അവാർഡ് കിട്ടിയ ഒരു ഇത് ആർക്കാണെന്ന് ഞാൻ ഓർക്കുന്നത്, മലയാളിക്കാണ് കിട്ടുക, സ്റ്റേറ്റ്മാൻ അവാർഡ് കിട്ടുക കറക്റ്റ്. അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ കുഞ്ഞ് അവിടെ കിടക്കും. കുഞ്ഞിനെ മടി വെച്ചുകൊണ്ട് ആ സ്ത്രീ ഭിക്ഷ യാചിക്കുകയാണ്. ഇത് രണ്ടും സംഭവിക്കാം. ഒന്നീ ആ കുഞ്ഞ് അമ്മയെ അറിഞ്ഞിട്ടില്ല കുഞ്ഞ് മരിച്ച കാര്യം, ഇല്ലെങ്കിൽ കുഞ്ഞ് മരിച്ചു അറിഞ്ഞു, അതിന് വേണ്ടി കാശുണ്ടാക്കി. അതായത് രണ്ട് രീതിയിലാണ് കഥ പോകാം. അഭിമാനം തോന്നുന്നുണ്ട്, തീർച്ചയായിട്ടുണ്ട്. കാരണം നമുക്കൊരു നമ്മുടെ കഴിവിനുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനകത്തെ വലിപ്പച്ചെറുപ്പമല്ല കാണുന്നത്, അംഗീകാരമാണ്. അപ്പം നമുക്ക് ഒരു അംഗീകാരം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യങ്ങളാണ്. നമ്മുടെ കഴിവിനുള്ള അംഗീകാരമല്ല, അത് ഒത്തിരി നമുക്ക് ഒത്തിരി സന്തോഷവും സംതൃപ്തിയൊക്കെ ചെയ്യും. വീട്ടിൽ ഒത്തിരി സന്തോഷം തോന്നി. അതുപോലെ അതുപോലെ പല കാര്യങ്ങളും അറിയുന്ന ഈ അവാർഡ് കിട്ടിയതാണ്. അവർ ഇതിൻ്റെ മൊത്തം ഒരു ലേഖനം തയ്യാറാക്കിയത് ആരംഭപ്പെട്ടപ്പോൾ ഓരോ കാര്യങ്ങൾ. ഇപ്പം ഞാൻ ലൈബ്രറി ഇവിടെ സ്റ്റേറ്റിൻ്റെ ഒരു ബൈൻഡിങ് കോഴ്സ് ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തു. ഈ അടുത്ത നാൾ അതിൻ്റെ കോട്ടയം ജില്ലയുടെ ട്രെയിനായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അങ്ങനെ പല കാര്യങ്ങളും ഉദ്ദേശിച്ച് അവർ ഈ അവാർഡ് തന്നിരിക്കുന്നു. ഇപ്പോഴും ലൈബ്രറിയിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ആൾക്കാർ കുറവാണ്, വൈകിട്ട് നോക്കുമ്പോൾ തീരെ കുറവാണ്. 2-3 പേര് വന്നെങ്കിലായെന്നേ ഉള്ളൂ. പിന്നെ ശനിയാഴ്ച ദിവസം കുറച്ച് പിള്ളേരും കുറച്ച് പ്രായമുള്ളതൊക്കെ വരുന്നുണ്ട്. വായന തീരെ കുറവാണ്. നല്ല പുസ്തകങ്ങളുണ്ടെങ്കിൽ ആൾക്കാർ വരുന്നുണ്ട്, എത്ര മെമ്പർഷിപ്പ് കേൾക്കുന്നുണ്ട്. പഴയ വെച്ച് നോക്കുമ്പോൾ തീരെ കുറവാണ്. കൂടുതലും വരുന്ന പുസ്തകങ്ങൾ നല്ലതാണോ അത് കുട്ടികളെ വഴിതെറ്റിക്കുന്ന പുസ്തകം? ഇല്ല, അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത പുസ്തകം എടുക്കുന്നത്. കാരണം മെമ്പർമാരോട് ഇതിൻ്റെ ലിസ്റ്റ് ചോദിക്കും, അവിടെ കാറ്റലോഗ് കൊടുത്തിട്ട് ഓരോ മാസത്തിനൊക്കെ ഒരു നിരൂപണങ്ങൾ നല്ല പുസ്തകങ്ങളൊക്കെ വേണ്ട ഏതാ ഏറ്റവും നല്ല പുസ്തകങ്ങൾ. പണ്ടത്തെ കാലത്ത് വഴിതെറ്റിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എടുക്കുന്ന നല്ല പുസ്തകങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. അത് കോട്ടയത്ത് നിന്ന് പുസ്തകമേളയുണ്ട്, നമുക്കിഷ്ടം പോലെ ഒരു 10-50 സ്റ്റാളുണ്ട്. അതിനകത്തുനിന്ന് വേണ്ട പുസ്തകങ്ങൾ മാത്രം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. പണ്ടെന്ന് പറഞ്ഞാൽ ഓരോ ബുസ്റ്റാളിൽ ചെന്ന് അവർ അവിടെ ഇരിക്കുന്ന പുസ്തകങ്ങൾ മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ അതല്ല, നമുക്ക് എവിടെ നിന്ന് വേണേലും പുസ്തകങ്ങൾ സെലക്ട് ചെയ്തെടുക്കാം സാഹചര്യം. ഇപ്പോൾ എഴുത്തുകാരൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഇപ്പോൾ ആരും അങ്ങനെ ഇതിലൊന്നും സജീവമല്ല. ഇതുണ്ട്, പുതിയ തലമുറ ഒത്തിരി എഴുത്തുകാരാണ്, പുതിയ എഴുത്തുകാർ ഒത്തിരി ഉണ്ട്. പഴയ തലമുറക്കാർ എഴുതുന്നില്ല, കുറവാണ്. പക്ഷേ പുതിയ ഒത്തിരി ആൾക്കാർ എഴുതുന്നുണ്ട്. ഏറ്റവും പുതിയ എഴുത്തർ വിസ്മയ ചന്ദ്രത്തിൻ്റെ നല്ലൊരു, പിന്നെ വില്യം ജെയിംസ്, അങ്ങനെ ഒത്തിരി പുതിയ എഴുത്തുകാരുണ്ട്, നല്ല കഥകൾ എഴുതുന്നവരുണ്ട്. പഴയ കാലത്തെക്കാട്ടിലും ഇപ്പം അതിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പുതിയ ആൾക്കാർ എഴുതുമ്പോൾ. അത് ആ സാഹചര്യം വ്യത്യാസം വന്നില്ല. അന്നത്തെ സാഹചര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യം, എല്ലാം മൊത്തം മാറി. ആ സാഹചര്യത്തിൽ ഒട്ടവർക്കി എഴുതുന്ന കാലത്തെ ഒരു നോവൽ എഴുതി കഴിഞ്ഞപ്പോൾ ആരും വായിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി
അതിൻ്റെ രചനാ ശൈലി കൂടി ഭാഷ എല്ലാം വ്യത്യാസം വന്നു. ഇതിനകത്ത് അന്ന് തന്നെ പല എഴുത്തുകാരും സേതുവിൻ്റെ പാണ്ഡവപുരമൊക്കെ എഴുതുമ്പം അത് ഒരു സ്റ്റാൻഡേർഡ് കൂടുതലായിരുന്നു. സേതുവൊക്കെ എന്ന സ്റ്റാൻഡേർഡ് കൂടാണ്. അതേസമയം ഇന്നത്തെ എഴുത്തുകാരൻ കുറച്ചൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിന് വേറൊരു രീതിയാണ്. അത്യന്താധുനികം ആധുനികവും ഒക്കെ അങ്ങനെ ഒത്തിരി രീതി ഉണ്ടായിരുന്നു ആ കാലത്ത്. അയ്യന്നേത്ത് എന്ന് പറഞ്ഞ നോവലിസ്റ്റൊക്കെ അത്യന്താധുനികം എഴുതുക കാക്കനാടെന്ന്. അവിടെ ആ ശൈലി നമുക്ക് പിടിക്കുകയില്ല, കാരണം ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. മൂന്നിനും എം ടി ഒക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ അതിന് ബഷീർ ഏറ്റവും ഇത് നമ്മുടെ നാടൻ ഭാഷയാണ് ഇതിനകത്ത് എഴുതുന്നത്. അതുപോലെ അഗ്നിസാക്ഷി ആ രീതിയിൽ ഇപ്പോൾ ഒരു നോവൽ എഴുതിയാൽ ആരും വായിക്കുകയില്ല. നശീറത്തിലെ നമ്പൂരിൻ്റെ അവൻ ഇന്ദിലേഖ. പിന്നെ ഫെമിനിസ്റ്റുണ്ട്, സാറാ ജോസഫ് ഫെമിനിസ്റ്റ് നോവലുണ്ട്. അത് സാറാ ജോസഫിൻ്റെ ഒരു നോവലുണ്ട് നീലത്തിൽ വെച്ച് നോക്കുന്നേരം. അത് നക്സൽ, ഒരു ചെറുപ്പക്കാരൻ വഴിതെറ്റി നക്സൽ ആകുന്ന ഒരു കഥയാണ്. അതായത് ആത്മഹത്യയിൽ നിന്ന് വളർന്ന ഒരു ചെറുക്കനെ വഴിതെറ്റി പോകുന്നു. സന്ദേശങ്ങൾ മിക്ക ഏത് കഥയ്ക്കകത്തും നോവലിനകത്ത് സന്ദേശം കാണും. അത് നമ്മൾ ഉൾക്കൊള്ളണം. അത് പോസിറ്റീവാണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ കളയുക, പോസിറ്റീവാണെങ്കിൽ നമ്മളത് ഉൾക്കൊള്ളുക. ഞാൻ വായിക്കുമ്പോൾ എന്തും വായിക്കുമായിരുന്നു. ആവശ്യമുള്ളത് നമ്മൾ സ്വീകരിക്കും, മറ്റേത് അവോയ്ഡ് ചെയ്യുക. അതെപ്പോഴും അങ്ങനെ ചെയ്യണം. നമ്മൾ വിദ്യാഭ്യാസം കൂടും, നമുക്ക് അറിവുകൾ കൂടും. അന്നേരം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പോഴത്തെ കഥകളിലൊക്കെ സാറ് വായിച്ചത് പോസിറ്റീവാണ് നെഗറ്റീവാണ്? രണ്ടുമുണ്ട്. ചിലത് വായിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും. അത് കാരണം കാലഘട്ടമനുസരിച്ച് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടി ആ രീതിയിലുള്ള എഴുത്തുകൊണ്ട് കേട്ടോ. സാറിൻ്റെ ഇത്രയും കാലത്തെ വായനാ ജീവിതത്തിൽ സാർ ഒരുപാട് പുസ്തകങ്ങളും ചെറുകഥകളും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അതിൽ സാറിന് തന്നെ ഒരു ഞാൻ നല്ല കഥയാണ് എഴുതിയത് എന്ന് തോന്നിയതെങ്കിലുണ്ട്? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അത് ലേഖനങ്ങളാണ്, അത് കുടുംബ വിഷയങ്ങളാണ് അതിനകത്ത് എഴുതിയത്. അത് മാഗസിനകത്ത് വന്ന കാര്യങ്ങൾ അത് കളക്ട് ചെയ്ത് പുസ്തകമാക്കിയതാണ്. അല്ല, അത് കുടുംബകാര്യങ്ങളൊരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അത് ഏതുമായിട്ട് ഇപ്പോഴത്തെ അറിയാതെ കുടുംബ ബന്ധങ്ങൾ, ചോർച്ച, ഏറ്റക്കുറച്ചിലുകൾ, പിന്നെ നിങ്ങളുടെ മറ്റു കാര്യങ്ങളെല്ലാം പല വിഷയങ്ങൾ. ഇപ്പോൾ ഞാൻ പണ്ടൊക്കെ പറയുന്നത് നമ്മൾ അപസ്മാരം എന്ന് പറഞ്ഞൊരു രോഗമില്ല, നമുക്കറിയാമല്ലോ. അത് ഇന്നത്തെ അപസ്മാരം അന്ന് പ്രേതബാധയാണെന്നാണ് പറഞ്ഞത്. ഇന്ന് പ്രേതബാധ എന്ന ഒരു ഇമേജാണ് കൊടുത്തിരുന്നത്. അതിനെപ്പറ്റി ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ മാഗസിനകത്ത് എഴുതി പ്രേതബാധ എന്തുകൊണ്ട്. പക്ഷെ അത് പ്രേതബാധയല്ല, നമ്പൂരി ശ്രീ പിന്നെ മുസ്ലിം യൂരിയായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ ഒരു എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഈ വെള്ളപ്പാണ്ട് മന്ത്രവാദം കൊണ്ട് മാറ്റിയെടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞു. കാരണം പോയി മലബാർ സൈഡിലാണ് പോയി കണ്ടു, സംഗതി ശരിയാണ്. പക്ഷേ അതിനകത്ത് വേറൊരു മന്ത്രവാദം ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ മരുന്നുകൾ കഴിക്കും. ഇപ്പം ആ രോഗിയുടെ വിശ്വാസം മുഴുവനും ഈ മന്ത്രവാദങ്ങളാണ് എൻ്റെ അസുഖം മാറുന്നത്. അങ്ങനെ മനസ്സിൽ വിശ്വാസമുണ്ട്. കാരണം ഇത് നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോഴും അതിന് വിശ്വാസമാണ്. കാരണം ഇത് അസുഖം മാറിയതാണ്. ആ വിശ്വാസം നമുക്ക് മാറാനൊക്കെയല്ല. അതാണ് വിശ്വാസം. ഏതിനാണെങ്കിലും വിശ്വാസം വേണം. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്, നമുക്ക് കൂടുതൽ എനർജി തരുന്നത്. അതാണ് വായനയിലൂടെ മൂല്യങ്ങൾ നേടാൻ മൂല്യങ്ങൾ അതാണ് നമുക്ക് കൂടുതൽ കിട്ടാനുള്ളത്. ആ മൂല്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ആ മൂല്യത്തിൻ്റെ വില കൂടുന്നത്. പുതിയ തലമുറയ്ക്ക് സാറ് എന്ത് സന്ദേശമാണ് നൽകുന്നത് വായന? വായിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പക്ഷേ ചുമ്മാ വായിക്കേണ്ട കാര്യമില്ല, അത് മനസ്സിരുത്തി വായിക്കും. കാരണം നമ്മുടെ ഈ വായന നമ്മൾ മനസ്സിലോട്ട് കയറണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മനസ്സും ശരീരവും ശാന്തമായിരിക്കണം. നമ്മൾ ഒരു എന്തെങ്കിലും ജോലി ചെയ്ത് ടയർഡായിട്ടാണ് വീട്ടിൽ വന്ന് കയറാം, അന്നേരം വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാകില്ല. പക്ഷേ മനസ്സും ശരീരവും ശാന്തമായിട്ടിരിക്കും, നമുക്ക് വായിക്കാം. ഒരു 5 മിനിറ്റ് വായിച്ചാൽ മതി.
ഇപ്പം ചെന്ന് പറയാൻ പറ്റില്ല, ഞാൻ പുസ്തകം എടുക്കുമ്പോൾ ഉറങ്ങിപ്പോകും. കുട്ടികളെല്ലാം പറയുന്ന കാര്യമാണ്. പക്ഷേ അവരുടെ ശരീരം ദുർബലമാണ്, മനസ്സും അസ്വസ്ഥമാണ്. അന്നേരം വായിച്ചിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഈ അക്കൗണ്ടൊക്കെ എഴുതുമ്പം ചിലപ്പം തെറ്റും. ആദ്യകാലത്തൊക്കെ 10-25 പൈസയുടെ വ്യത്യാസമേ വരുള്ളൂ. അന്നേരം എന്നോടൊരു ബാങ്ക് മാനേജർ പറഞ്ഞു, അന്നേരം ഇടയ്ക്ക് വെച്ചിട്ട് സ്ഥലം വിടാൻ പറഞ്ഞു. അന്നേരം ഒന്നുമില്ല, ഞാൻ ഒരു ദിവസം മുഴുവൻ നോക്കിയിട്ടുണ്ട് കണ്ടുപിടിക്കാൻ. 10-25 പൈസയുടെ വ്യത്യാസം ഓടിച്ച് വരുമ്പം അങ്ങനെ നോക്കാം. പിറ്റേന്ന് രാവിലെ നോക്കും, അന്നേരം കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ അന്നേരം ആ ചാത്തം അടച്ചേക്കുക. പിന്നെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ സമയം ഒരുക്കിയ മാത്യു സാറിന് സെൻറ്റ് ഇഫോംസ് കുടുംബാംഗങ്ങളുടെ പേരിൽ നന്ദി.